എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് ഉള്ളി മസാല പുട്ടാണ്. നല്ല ടേസ്റ്റുള്ള പുട്ടാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു ബൗൾ എടുക്കാം. ബൗളിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. ഇനി 1/2 ടേബിൾ സ്പൂൺ അളവിന് ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. ഉപ്പുപൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഏത് കപ്പിനാണോ പൊടി എടുത്തത് അതേ കപ്പിന് 3/4 കപ്പ് അളവിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. 3/4 കപ്പ് വെള്ളം ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു സ്പൂണ് കൊണ്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇതുപോലൊന്ന് മിക്സാക്കി കൊടുത്താൽ മതി. അതിനുശേഷം നമുക്കൊരു പ്ലേറ്റ് വെച്ച് ഇതങ്ങ് അടച്ച് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഐറ്റംസും കൂടെ ചേർത്ത് കൊടുക്കാറുണ്ട്. ഒരു സവാള ഉള്ളിയുടെ പകുതിയാണ് അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് വെച്ചാൽ മതി. ഇനി ഒരു ക്യാരറ്റ് ചോപ്പറിൽ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള തേങ്ങ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് കത്തിക്കാം. ഗ്യാസ് കത്തിച്ചതിന് ശേഷം ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ അളവിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഉള്ളി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് വഴന്ന് വരണം. ചുമന്നൊന്നും വരണ്ട, ഒന്ന് വഴന്ന് കിട്ടിയാൽ മതിയേ. ഇപ്പം ഒരുമാതിരി വഴന്ന് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങയില്ലേ, അതിൽ 2 ടേബിൾ സ്പൂൺ അളവിന് തേങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിന് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ പച്ച ചുവയൊന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയാൽ മതി. അങ്ങനെ നമ്മുടെ പുട്ടിനുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള പുട്ടിൻ്റെ മാവ് ഒന്ന് എടുത്ത് നോക്കാം. നല്ലതായിട്ട് ഇവിടെ കുതിർന്ന് വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, നല്ലതായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റിയെടുത്ത് വെച്ചിട്ടുള്ള മസാലക്കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ നമ്മൾ ചോപ്പറിൽ അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇല്ലേ, അതങ്ങ് ഇട്ട് കൊടുക്കാം. അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കാമേ. എല്ലാം ഞാനിവിടെ ഇളക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. ഞാനിത് കുക്കറിലാണ് ആവി കയറ്റി എടുക്കുന്നത്. ഞാൻ കുക്കറിൽ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പുട്ട് കുറ്റിയെടുക്കാം. നമ്മൾ സാധാരണ എങ്ങനെ പുട്ട് ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെ ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പുട്ടുപൊടി ഇതുപോലെ ഇട്ട് കൊടുക്കുക. പിന്നെയും കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുക. ബാക്കി ഇരിക്കുന്ന പുട്ടുപൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എല്ലാം ഇവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചൊന്ന് ആവി കയറ്റിയെടുത്തുകൊണ്ട് വരാം. വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പുട്ടാണിത്. പഴം വേണ്ട, കറി വേണ്ട, ഇത് ചൂടോടെ നമുക്ക് കഴിക്കാവുന്നതാണ്. നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയ വീഡിയോയിൽ അടുത്ത ദിവസം കാണാം. ബൈ.